സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണുള്ളത്. 9 ജില്ലകളിൽ നാളെയും 4 ജില്ലകളിൽ വ്യാഴാഴ്ച വരെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും അതിശക്തമായ മഴ തുടരുമെന്ന് തന്നെയല്ലേ മുന്നറിയിപ്പ്? തീർച്ചയായും അവളി ശക്തമായ മഴ സംസ്ഥാനത്ത് തുടരും എന്നാണ് മുന്നറിയിപ്പ് വീണ്ടുമുള്ളത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. റെഡ് അലർട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് തുടരുന്നത്. അതേസമയത്ത് ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തുടരുന്ന ഒരു സാഹചര്യമാണ്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വ്യാഴാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ആയിരിക്കും എന്ന കാര്യവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ എന്നാൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തിനായാലും ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം തുടരുകയാണ്. നേരത്തെ തന്നെ നമുക്കറിയാം പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നുണ്ട്. ആ തുടരുന്ന മഴ വീണ്ടും ശക്തമാകുമെന്ന മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റെഡ് അലർട്ടിലേക്ക് പോയിരിക്കുന്നതും. ഒപ്പം മറ്റു ജില്ലകൾ അതനുസരിച്ച് ഓറഞ്ച് അലർട്ടിലാണ് നിലവിലുള്ളത്. വയനാട് ജില്ലയിൽ ഇതിനോടകം തന്നെ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം അത് ഇപ്പോഴും തുടരുകയാണ് പല സ്ഥലങ്ങളിലും. അതുകൊണ്ട് തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവർ ക്യാമ്പുകളിൽ തന്നെ തുടരണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ അധികൃതരുടെ നിർദ്ദേശം കർശനമായി പാലിക്കുകയും വേണം. ക്യാമ്പുകളിലേക്ക് മാറാൻ പറഞ്ഞിട്ടുള്ളവർ ക്യാമ്പുകളിലേക്ക് മാറണമെന്നും യാത്ര പല സ്ഥലങ്ങളിലേക്കും പല മലയോര മേഖലകളിലേക്കും യാത്രകൾ നിരോധിച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കാൻ കഴിവതും ശ്രമിക്കണം എന്ന നിർദ്ദേശം കൂടി ഇതിനോടകം തന്നെ ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും തന്നെ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന ആവശ്യമാണ് റവന്യൂ വകുപ്പ് ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ശക്തമായ മഴ സംസ്ഥാനത്ത് തുടരുകയും ചെയ്യും. ഈ നേരത്തെ സൂചിപ്പിച്ച ജില്ലകളിൽ റെഡ് അലർട്ടിലേക്ക് പോയിട്ടുണ്ട്. മറ്റ് ജില്ലകളിലും ഒരുപക്ഷെ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളും റെഡ് അലർട്ടിന് സമാനമായ മഴയിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട്. ശരി, സംസ്ഥാനത്ത് 8 ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത് കുമാർ. വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും അതിശക്തമായ മഴയുണ്ടാകും. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകളെല്ലാം തന്നെ കൃത്യമായി പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്.